കഴിഞ്ഞ ദിവസം നടന്ന ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ ഇറാനെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്നതാണ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. എന്നിരുന്നാൽ പോലും ഖമേനിയെ ബങ്കറിൽ നിന്നും പുറത്തു ചാടിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാകാം ഇറാൻ വിഷയത്തിൽ കൂടുതൽ ഊന്നൽ നൽകാതെ തന്നെ ഇരു നേതാക്കളും പിരിഞ്ഞതെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതേസമയം പ്രായമായ ഖമേനിക്ക് ഇപ്പോഴും അധികാരമോഹം തെല്ലുപോലും കുറഞ്ഞിട്ടില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. ആയതിനാൽ തന്നെയാകാം ഭരണമാറ്റം ആവശ്യപ്പെട്ട് പ്രതിഷേധങ്ങൾ അവിടെ വലിയ രീതിയിൽ അലയടിച്ചപ്പോൾ പോലും ഖമേനിക്ക് യാതൊരുവിധ കുലുക്കവും ഉണ്ടാകാഞ്ഞത്. അധികാര കൈമാറ്റം നടത്തിയാൽ ഇറാന്റെ അടുത്ത ഭരണാധികാരിയാകുന്നത് ഖമേനിയുടെ മകനായിരിക്കുമെന്നും ആ സ്ഥാനം ഖമേനിയുടെ മകൻ ഏറ്റെടുക്കുമെന്ന തരത്തിലുള്ള കിംവദന്തികൾ പുറത്തു വന്നിരുന്നു. എന്നാൽ മകനെ ആ സ്ഥാനത്തേക്ക് കെട്ടിയിറക്കാൻ ഖമേനി തയ്യാറായിരുന്നില്ല. ഇതിനോട് പല നിരീക്ഷകരും നൽകുന്ന അഭിപ്രായം ഇങ്ങനെയാണ്: ഖമേനിയുടെ മകനെ ഇസ്രയേലോ അല്ലെങ്കിൽ US ഇത്തരത്തിൽ വധിക്കാനുള്ള ശ്രമം നടത്തുമോ എന്ന ആശങ്കയും പേടിയുമാകാം അതിൽ നിന്നും പിന്തിരിപ്പിച്ചതെന്നതായിരുന്നു അവിടെ വ്യക്തമാക്കിയത്. എന്നാൽ യഥാർത്ഥ കാരണം ഖമേനിയുടെ അധികാരമോഹം തന്നെയാണ് എന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവരുടെ കൈമാറ്റത്തിൽ ഒരു ക്രിയാത്മകമായ തീരുമാനവും എടുത്തിട്ടില്ല എന്ന് പറയുകയാണ് ചെയ്തത്. എന്നാൽ ഇറാനുമായുള്ള US ചർച്ചകൾ തുടരുമെന്നും ടെഹ്റാൻ ഒരു പട്ടികയിൽ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടതായി തന്നെ ഇവിടെ വ്യക്തമാക്കുന്നത്. എന്തു തന്നെയായാൽ പോലും ഇറാന്റെ ഖമേനിയുടെ തലയെടുക്കാതെ തന്നെ ട്രംപ് ഇനി അടങ്ങിയിരിക്കില്ല എന്നത് മറ്റൊരു വസ്തുതയായി തന്നെ ഇവിടെ നിഴലിക്കുകയാണ്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി തന്നെ ട്രംപ് വലിയ രീതിയിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ് നടത്തിയത്. ഗാസയിലെ വെടിനിർത്തൽ, ഇറാൻ ആണവ ചർച്ചകൾ തുടങ്ങിയ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തതായി തന്നെ സൂചിപ്പിക്കുന്നു. ട്രംപ് രണ്ടാമതും അധികാരം ഏറ്റെടുത്ത ഇരുവരും തമ്മിൽ നടന്ന 6ാമത്തെ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. 3 മണിക്കൂറോളമായിരുന്നു ഇരു നേതാക്കളും തമ്മിൽ സംസാരിച്ചത്. ഗാസയിൽ അവിടെ വലിയ രീതിയിൽ നടപ്പിലാക്കപ്പെട്ട വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം പൂർത്തിയാവുകയും ചെയ്തു. വെസ്റ്റ് ബാങ്കിന് മേൽ ഇസ്രായേൽ നിയന്ത്രണം കടുപ്പിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഗാസയിലെ പുനർനിർമ്മാണങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായി തന്നെ ഹമാസ് ആയുധം താഴെ വെക്കണമെന്നതായിരുന്നു ഇപ്പോൾ വീണ്ടും തന്നെ നെതന്യാഹു ആവശ്യപ്പെടുന്നത്. നെതന്യാഹുവുമായുള്ള ചർച്ചകൾ മികച്ചതായിരുന്നു എന്നതാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത്. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ തുടരുമെന്നും ട്രംപ് നെതന്യാഹുവിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു കരാറിൽ എത്താനാണ് ശ്രമമെന്നും അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ ഫലം എന്തായിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും എന്നതാണ് ട്രംപ് പറഞ്ഞത്. അതേപോലെ തന്നെ ട്രംപിനെ കാണുന്നതിന് മുൻപായി തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുടെയും ഈ നേതാവുമായി തന്നെ നെതന്യാഹു കൂടിക്കാഴ്ച നടത്തി. ചർച്ചകൾ വിജയകരമാണ് എന്നതാണ് ഇരുപക്ഷവും അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ ഇറാൻ US ആണവ ചർച്ചകളുടെ ആദ്യഘട്ടം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിലൊരു ചർച്ച നടന്നിരിക്കുന്നത്. ഫെബ്രുവരി 6 ഒമാനിൽ വെച്ചായിരുന്നു ഇറാൻ US ചർച്ചകൾ നടന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ അദ്ദേഹവും അതേപോലെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി തന്നെ വലിയ രീതിയിലുള്ള ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഒരു ചർച്ചയാണ് അവിടെ നടന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.